എല്ലാവർക്കും നമസ്കാരം. സബ്ജക്റ്റ് വൈസ് റിവിഷനാണ്. പൊളിറ്റിയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള റിവിഷനാണ് നമ്മൾ നോക്കുന്നത്. 10 ചോദ്യം മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഈസി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ടാണ് ഈ റിവിഷൻ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. പട്ടികകൾ എത്ര ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിലുള്ളത് എന്നാണ് ചോദ്യം. എത്ര എണ്ണമാണ്? ആദ്യം ചോദ്യങ്ങൾ വായിക്കാം, എന്നിട്ട് ഉത്തരം പറയാം. ശരിയാണ്, എല്ലാത്തിൻ്റെയും ചോദ്യങ്ങൾ ആദ്യം വായിക്കാം. പട്ടികകൾ എത്ര ഷെഡ്യൂളുകളുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുമ്പോൾ എത്ര എന്നല്ല, ഇപ്പോൾ എത്രയാണ്, രണ്ടും വ്യത്യാസമുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എണ്ണം. 3, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റഡ് ബൈ വിച്ച് അമെൻമെൻറ്റ്, ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. കേട്ടോ. 4, മണി ബിൽ ആർട്ടിക്കിൾ ഏതാണ്, മണി ബില്ല് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത്. 5, നിലവിൽ വന്നപ്പോഴുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്ര മൗലിക അവകാശങ്ങൾ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിലവിൽ വന്നപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു, അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. 6, പ്രസിഡൻറ്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്. പ്രസിഡൻസ് പവർ ഓഫ് ദ പ്രസിഡന്റ് പ്രൊമൾഗേറ്റ് ദ ഓർഡിനൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്. 7, സംയുക്ത സമ്മേളനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്, അതും ആർട്ടിക്കിളാണ് ചോദിക്കുന്നത്. UPSC ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര്, 8ാമത്തെ ചോദ്യം. 9, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ്. 3 ലിസ്റ്റ് ഉണ്ടെന്ന്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ്. 10, പഞ്ചായത്ത് രാജ് ഏത് പട്ടികയിലാണ്. പഞ്ചായത്ത് രാജ് ഏത് പട്ടികയിലാണ്, ഷെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 10 ചോദ്യങ്ങൾ. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. വളരെ വിശദമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ പറയുന്ന ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, പട്ടികകൾ എത്ര പട്ടികകളാണുള്ളത്. ഇപ്പം 12 സ്കെഡ്യൂൾസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. 12 സ്കെഡ്യൂൾസാണുള്ളത്, 12 പട്ടികകളാണ് ഉള്ളത്. ഓക്കെ അല്ലേ. രണ്ടാമത്തേത്, മൗലിക കർത്തവ്യങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഇപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. തുടക്കത്തിൽ എത്രയായിരുന്നു, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത സമയത്ത് 10 എണ്ണമായിരുന്നു. ഒന്നുകൂടെ കൂടി ഇപ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റഡ് ബൈ വിച്ച് അമെൻമെൻറ്റ്, ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. 42nd അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മണി ബില്ലിൻ്റെ ആർട്ടിക്കിൾ 110 മണി ബില്ല്. 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് വേറെയാണ്. ബഡ്ജറ്റ് എന്ന് പറയാതെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഏതാണ്, 112. മണി ബില്ലിനെ കുറിച്ച് പറയുന്നത് 110. ഒരു ബില്ല് മണി ബില്ലാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്, സ്പീക്കർ ഓഫ് ദി ലോക്സഭയാണ്. സ്പീക്കർ ഓഫ് ലോക്സഭയാണ് തീരുമാനിക്കുന്നത് ഒരു ബില്ല് മണി ബില്ലാണോ എന്ന്. അപ്പോൾ മണി ബില്ല് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 110. നിലവിൽ വന്നപ്പോഴുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്, 7 എണ്ണമാണ്. ഇതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം മാറ്റുകയാണ് ഉണ്ടായിരുന്നത് അല്ലേ. റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലീഗൽ റൈറ്റ് മാത്രമാക്കി മാറ്റിയത് 44th അമെൻമെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എത്രയാണ്, 6 എണ്ണമാണ്. നിലവിൽ വന്നപ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഉണ്ടായ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എണ്ണം 7 എണ്ണമാണ് അല്ലേ. 6ാമത്തേത്, പ്രസിഡൻറ്റിൻ്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പവർ പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 123. പവർ ഓഫ് ദ പ്രസിഡന്റ് പ്രൊമൾഗേറ്റ് ദി ഓർഡിനൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 123 ആണ് അല്ലേ. സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് ജോയിൻറ്റ് സിറ്റിംഗ് ആണ്. ഒരു ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബില്ലിൻ്റെ പേരിൽ, ഒരു ഓർഡിനറി ബില്ലിൻ്റെ പേരിൽ ഒരു ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ 2 സഭകളെയും ഇരുത്തി അത് പാസ്സാക്കാനുള്ള പ്രക്രിയ നടപ്പിലാക്കുന്നതാണ് ഈ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ്. ലോക്സഭ സ്പീക്കറാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. അതില്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ, അല്ലെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഈ ക്രോണോളജിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് 108ാമത്തെ അനുച്ഛേദത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. 108 ആർട്ടിക്കിൾ 108. UPSC ചെയർമാൻ അപ്പോയിൻറ്റഡ് ബൈ, ആരാണ് UPSC ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. വളരെ ഈസി ചോദ്യമാണ്. പ്രസിഡൻ്റാണ് UPSC ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം എന്നത് ഏത് ലിസ്റ്റിലാണ്. അപ്പോൾ നമുക്കറിയാം കോൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, എന്തിനാണ് ബേസിക്കലി ഈ ലിസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ലിസ്റ്റുകളിലുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ആര് നിയമം ഉണ്ടാക്കാൻ പറ്റും, ആർക്കൊക്കെ നിയമം ഉണ്ടാക്കാൻ പറ്റും, അതിനുള്ള അധികാരം ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രൈമ ഫേസിയ ഈ പറയുന്ന ലിസ്റ്റുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ
കോൺകറൻറ്റ് ലിസ്റ്റിൽ എന്താണ്, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെൻറ് ക്യാൻ മേക്ക് ലോസ് ഓൺ സബ്ജക്ട്സ് എൻടൈറ്റിൽഡ് ഓൺ അല്ലെങ്കിൽ ഓർ ഇൻക്ലൂഡഡ് ഓൺ കോൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ വിഷയങ്ങളിൽ സ്റ്റേറ്റിന് അധികാരമുണ്ട് നിയമം ഉണ്ടാക്കാൻ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയന് മാത്രം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് അധികാരം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോൺകറൻറ്റ് ലിസ്റ്റിലാണ്. കോൺകറൻറ്റ് ലിസ്റ്റ്. പഞ്ചായത്ത് രാജ് ഏത് പട്ടികയിലാണ്? പഞ്ചായത്ത് രാജ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 11ാമത്തെ 11th ഷെഡ്യൂളിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു തവണ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. പട്ടികകൾ എത്ര എണ്ണമുണ്ട്? 12 എണ്ണമുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? നിലവിൽ വന്നപ്പോൾ 10 ആയിരുന്നു, ഇപ്പോൾ 11 എണ്ണമുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റഡ് ബൈ വിച്ച് അമെൻമെൻറ്റ്? ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. മണി ബില്ലിൻ്റെ ആർട്ടിക്കിൾ 110 ആണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർട്ടിക്കിൾ 112 ആണ്. നിലവിൽ വന്നപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്ര ഉണ്ട്? 7 ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട്. പ്രസിഡൻറ്റിൻ്റെ ഓർഡിനൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 123 ആണ്. പ്രസിഡൻറ്റിൻ്റെ ഓർഡിനൻസ് പവറുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ. സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് 108ാമത്തെ ആർട്ടിക്കിളാണ്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. UPSC ചെയർമാൻ ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ്? കോൺകറൻറ്റ് ലിസ്റ്റിലാണ്. യൂണിയൻ, കോൺകറൻറ്റ്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ 3 ലിസ്റ്റുകളുണ്ട്. അതിൽ വിദ്യാഭ്യാസം കോൺകറൻറ്റ് ലിസ്റ്റിലാണ്. പഞ്ചായത്ത് രാജ് ഏത് പട്ടികയിലും 11ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടതാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റിവിഷൻ. 10 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ബേസിക്കുമാണ്. ബൈ, ടേക്ക് കെയർ.